സ്റ്റോക്സ് തിയറം ഉണ്ട്, ഡൈവേർജൻസ് തിയറം ഉണ്ട്. അപ്പം സ്റ്റോക്സ് തിയറം എന്ന് പറഞ്ഞാൽ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രൽ ആക്കുക. ലൈൻ ഇൻ്റഗ്രൽ ഒരു ലൈനിൽ റെപ്രസെൻറ്റ്, സർഫസ് രണ്ടെണ്ണം റെപ്രസെൻറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല. ഇപ്പം സ്റ്റോക്സ് ലൈനെ സർഫസ് ആക്കും, നമ്മൾ കേൾ ചെയ്യണം. ഇപ്പോൾ എഫ് ആയതുകൊണ്ട് ഡെൽ ക്രോസ് എഫ് ആയി. ഇത് വേറെ വേറൊരു ആൽഫബറ്റ് ആണെങ്കിൽ ഇത് ആൽഫബറ്റ് ആവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് സ്റ്റോക്സ് തിയറം പറയുന്നത്. ഇപ്പോൾ ഇത് ഈക്വൽ ടു ഇതാണ്, ലൈൻ ഇൻ്റഗ്രലിനെ സർഫസ് ആക്കി മാറ്റുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്. അതുപോലെ ഡൈവേർജൻസ് തിയറം എന്ന് പറയുന്നത് സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കണതാണ്. ഇത് 3 ഇൻ്റഗ്രൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ഒന്നും തന്നെ അർത്ഥം. സർഫസ് ഇൻ്റഗ്രലിനെ വോളിയം ഇൻ്റഗ്രൽ ആക്കുമ്പോൾ ഡോട്ട് പ്രോഡക്റ്റാണ് ചെയ്യണം. അതുപോലെ തിരിച്ചും പറ്റും. ഈ ഡെൽ ഡോട്ട് എഫ് എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും സെയിമാണ്. ഡോട്ട് പ്രോഡക്റ്റാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. കേൾ എന്ന് പറയുന്നത് ക്രോസ് പ്രോഡക്റ്റും ഇത് ഡോട്ട് പ്രോഡക്റ്റുമാണ് ഡൈവേർജൻസ്. അപ്പം സർഫസിനെ വോളിയം ഇൻ്റഗ്രലോട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഡൈവേർജൻസ് തിയറം. പിന്നെ ഞാനന്ന് പറഞ്ഞില്ലേ, ഈ പ്ലസ് ക്യൂ ചാർജിൽ നിന്ന് പിന്നെ ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പം ഇതിൽ ഈ ചാർജാണ് ഇങ്ങനെ പോകുന്നത്. ഈ ചാർജ് കാരണമാണ് ഫ്ലക്സ് ഉണ്ടായത്. അപ്പം ഈ ചാർജ് തന്നെയാണ് ഈക്വൽ ടു ഫ്ലക്സ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിൻ്റെ പ്രൂഫാണ് നമ്മൾ ആ ഗോസസ് ലോ പറയുന്നത്. ഗോസസ് ലോ ഇലക്ട്രിക് ഫീൽഡിനും ഉണ്ട് പഠിക്കാൻ, മാഗ്നറ്റിക് ഫീൽഡിനും ഉണ്ട് പഠിക്കാൻ. അതിൽ ഇലക്ട്രിക് ഫീൽഡാണ് പഠിക്കാൻ ഇപ്പോൾ തൽക്കാലം ഉള്ളത് ഈ മൊഡ്യൂളിൽ. ഗോസസ് ലോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ദ ഇലക്ട്രിക് ഫ്ലക്സ് പാസ് ത്രൂ എനി ക്ലോസ് സർഫസ് ഈക്വൽ ടു ചാർജ് എൻക്ലോസ് ബൈ ദ സർഫസ്. ഫൈ ആണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സ്, അത് ഈക്വൽ ടു ചാർജ് എൻക്ലോസ്ഡ് എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ പഠിക്കാൻ വേണ്ടി ഇത് ഫൈ ഈക്വൽ ടു ക്യൂ എന്ന് പ്രൂവ് ചെയ്ത കാര്യം എന്താണ്, വാട്ട് ഈസ് ഗോസസ് ലോ എന്നൊക്കെ ചോദിക്കാൻ നേരത്തെ അത് വേണം എഴുതാൻ. ആപ്ലിക്കേഷൻ വേറെ ഉണ്ട്, അത് ഞാൻ തരാം. ഗോസസ് ലോ വേറൊരു രീതി നമുക്ക് ഡെഫിനേഷൻ മാറ്റാം ഇതിനായിട്ട്. ഗോസസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് സർഫസ് ഇൻ്റഗ്രൽ ഓഫ് നോർമൽ കമ്പൗണ്ട് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓവർ എ ക്ലോസ് സർഫസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ഓഫ് ദ ടോട്ടൽ ചാർജ്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം, അതിനി പ്രൂഫിലോട്ട് അത് വരും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷനാണ്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഗോസസ് ലോയുടെ പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മളൊരു പോയിൻ്റ് ചാർജ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫിഗർ ഗോസസ് ലോയുടെ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗോസസ് ലോ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പോയിൻ്റ് ചാർജിനെ എടുത്തിട്ട് തൻ്റെ ഈ ക്യൂ പോയിൻ്റ് ചാർജ് അതെടുത്തിട്ട് ഞാൻ ആക്സിസിൻ്റെ സെൻട്രലായിട്ട് വെച്ചു. അപ്പം ഈ പോയിൻ്റ് ചാർജ് കാരണം ഇവിടെ ഫ്ലക്സ് ലൈൻസ് ഇങ്ങനെ പോകില്ല. അപ്പോൾ ഉദ്ദേശിച്ചൊരു സ്പിയർ പോലെയല്ലേ ഇരിക്കുന്നത്, ഇവിടെ സെൻട്രലാണ് ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം സ്പിയർ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്പെറിക്കൽ സർഫസ് ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് ഫ്ലക്സ് ഇങ്ങനെ പോകുന്നു. ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഇപ്പോൾ ചാർജ് ക്യൂ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഒറിജിൻ. ടു ഡിറ്റർമിൻ ഡി ആൻഡ് ടു അപ്ലൈ ദ ഗോസസ് ലോ കൺസിഡർ സ്പെറിക്കൽ സർഫസ് അറൗണ്ട് ക്യൂ. ക്യൂവിന് ചുറ്റും സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്ത് വിത്ത് സെൻറ്റർ ആസ് ഒറിജിൻ. ദ സ്പെറിക്കൽ സർഫസ് ഒരു ഗോസിയൻ സർഫസ്. നമ്മൾ ഗോസിയൻസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഗോസിയൻ ലോ എടുക്കാൻ വേണ്ടി നമ്മളൊരു സർഫസ് വിളിക്കും ഗോസിയൻ സർഫസ്. ഗോസിയൻ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും ഏത് സർഫസോ നമുക്ക് സ്പിയർ ആയിട്ട് എടുക്കാം, റെക്റ്റാങ്കിൾ ആയിട്ട് എടുക്കാം, പലതരം സർഫസ്. ഇനി അത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ഡി എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റിയാണ്. അപ്പം ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി അപ്പോൾ റേഡിയലി ഔട്ട്വേർഡ് ആയിട്ടാണ് കാണുന്നത്. ഈസ് നോർമൽ ടു ദ സ്പെറിക്കൽ സർഫസ് അറ്റ് എനി പോയിൻറ്റ് പി ഓൺ ദ സർഫസ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവർ ഇവിടെ നിന്നൊരു പോയിൻ്റ് എടുത്തു എന്ന് വെച്ചോ, പോയിൻ്റ് പി. ക്യൂ എന്നൊരു പോയിൻ്റ് ചാർജ് ഇങ്ങനെ പോവുകയാണ്, ഫ്ലക്സ് അതിൻ്റെ ഇലക്ട്രിക് ഫ്ലക്സ് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നിന്നൊരു പോയിൻ്റ് പി എടുത്തു. അപ്പം അതിലുള്ള ഇവിടെ ഈ ഒരു ഏരിയ ഇങ്ങനെ കൺസിഡർ ചെയ്തു. ഇവിടെ ഫുൾ ഇങ്ങനെ ഒരു സ്പിയർ പോലെ ചെറുപ്പം ആ സ്പിയറിൻ്റെ ഒരു കുഞ്ഞ ഏരിയ കൺസിഡർ ചെയ്തു. അപ്പം ഇതിൽ ഡി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പുറത്തോട്ടാണ് കാണുന്നത് അല്ലേ, ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതിന് പുറത്തോട്ട് നോർമലായിട്ടാണ് എപ്പോഴും ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി. ഇതിൻ്റെ അകത്ത് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റമാണ് നമ്മൾ എടുത്തെങ്കിൽ അതിൻ്റെ ഡി എസ് എങ്ങനെയാണ് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഡി എസ് എന്ന് പറയാൻ നേരത്ത് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഡി എസ് r² സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ആണ്. ആറും തീറ്റയും ഫൈവും ആണെങ്കിൽ കോർഡിനേറ്റ്സ്. അപ്പം ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദ സ്പിയർ, അതിപ്പോൾ എ ആയിട്ടാണ് തൽക്കാലം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഡി എസ് =a² സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. പിന്നെ നമുക്കറിയാം ഡി ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി പോയിൻറ്റ് ചാർജ് ഡി =Q/4πr². അതാണ് ജനറൽ ഫോർമുല. അപ്പോൾ ഇത് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ. അപ്പം Q/4πa² എന്ന് പറയുന്നത് AR ബാർ. അപ്പം ഇനി നമുക്ക് ഈ ക്ലോസ് സർഫസ് ഇൻ്റഗ്രൽ ഡി ഡോ ഡി എസ് ഇതെന്ന് നോക്കാം. അപ്പം ഡി ഡോ ഡി എസിനെ എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും, Q/4πr² ഡി എസ് എന്ന് കിട്ടും. ഡി എസ് ഓൾറെഡി നമുക്കറിയാം ഈ സംഭവമാണെന്ന്, അത് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇവിടെ എയും a² ക്യാൻസലായി പോവും.
പിന്നെ Q/4π അത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്ത് കിടന്നോട്ടെ. സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രൽ ഇതിപ്പം d5 ഉണ്ട് d നമുക്ക് ചെയ്യാറുണ്ട്. പിന്നെ ഈ തീറ്റ എന്നുള്ളത് 0 to π ആണെന്നും ഫൈ ഈക്വൽ ടു 0 to 2π ആണെന്ന് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് അത് നമ്മൾ ഓർത്ത് വെച്ചേക്കേണ്ടതാണ്. അപ്പം 0 to 2π 0 to 2π. ഫസ്റ്റ് നമുക്ക് തീറ്റ ചെയ്യാം. പിന്നെ തീറ്റയുടേത് 0 to π അല്ലേ, അപ്പം സൈൻ തീറ്റയുടെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് തീറ്റ, അപ്പം അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. പിന്നെ ഇത് 0 to 2π, അപ്പോൾ അത് ചെയ്യാൻ നേരത്തെ ഇവിടെ ഇങ്ങനെ വരും. പിന്നെ 0 to 2π വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമല്ലോ ഫൈയുടെ, അത് d5 ഇല്ല, ഇൻറ്റഗ്രൽ d5 എന്ന് പറഞ്ഞാൽ ഫൈ ആണ്. അപ്പോൾ അത് 0 to 2π ചെയ്യുമ്പം Q/2π ഇത് ചെയ്യാൻ നേരത്ത് ലാസ്റ്റ് Q എന്ന് കിട്ടും. അപ്പം കിട്ടുന്ന ഇങ്ങനെയാണ്, ഇൻറ്റഗ്രൽ d.ds = Q എന്ന് കിട്ടും. ഇൻറ്റഗ്രൽ d.ds = Q എന്നുള്ളത് സർഫസ് ഇൻറ്റഗ്രൽ d.ds = Q. പിന്നെ നമുക്കറിയാം എന്തുവാണ് d ഇലക്ട്രിക് ഫ്ലക്സ് ഡെൻസിറ്റി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി പറഞ്ഞാൽ ഫ്ലക്സ് ബൈ സർഫസ് ഏരിയ അല്ലേ. അതായത് ഫൈ എന്തുവാണ്, d × s ആണ് ഫൈ അല്ലേ. അതായത് നമുക്ക് ഈ ഫ്ലക്സിനെ ഇങ്ങനെ എഴുതിക്കൂടെ, ഇൻറ്റഗ്രൽ d.ds ആണ് ഫൈ എന്ന് എഴുതിക്കൂടെ. d × s അല്ലേ ഫൈ, അപ്പോൾ ഞാൻ d × s ആണ് ഫൈ. അപ്പം d.ds ഇൻറ്റഗ്രൽ ds s തന്നെയാണ്. അപ്പോൾ അങ്ങനെ, അപ്പം ഞാൻ ഈ ഇൻറ്റഗ്രൽ d.ds ഫൈ എന്ന് എഴുതി. അങ്ങനെ Q = ഫൈ എന്ന് കിട്ടി. ഇതാണ് പ്രൂഫ് ഓഫ് ഗോസസ് ലോ എന്ന് പറയുന്നത്.